Dear students, welcome to Learner's World. In this video, I'm going to talk about Supreme Court judgment on polygraph, narcoanalysis and brain mapping, a boon or a bane by Suresh Bada Math, FUGP VSc S4, semester 4, Commerce and Management under Calicut University. Summary of Supreme Court judgment on polygraph, narcoanalysis and brain mapping, a boon or a bane. പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് ഇതുമായിട്ട് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി അനുഗ്രഹമാണോ അതോ അശുഭമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്. ഡിസെപ്ഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് DDT such as narco analysis, polygraph and brain mapping were once seen as modern scientific tools that could help police solve difficult criminal cases. DDT എന്ന് പറയുന്നത് അതായത് നുണപരിശോധന എന്ന് പറയും. ക്രിമിനൽ കേസുകളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രെയിൻ മാപ്പിംഗ്, പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നുണപരിശോധന, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു യന്ത്രമാണ് പോളിഗ്രാഫ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ സത്യാവസ്ഥ നിർണയ ഉപകരണം എന്നും അല്ലെങ്കിൽ ലൈ ഡിറ്റക്ടർ എന്നും പേരുണ്ട്. പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ചില ശാരീരിക പ്രതികരണങ്ങൾ പരിശോധിക്കുന്ന യന്ത്രമാണ് പോളിഗ്രാഫ്. അതായത് ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തിയുടെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വസനമുറ ഇതിലൊക്കെ മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതാണ് പോളിഗ്രാഫ് എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ആ വ്യക്തി സത്യം ആണോ പറയുന്നത് അതോ കള്ളാണോ പറയുന്നത് എന്നതിൻ്റെ സൂചനകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ പോളിഗ്രാഫ് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ പോളിഗ്രാഫ് ചെയ്യുന്ന സമയത്ത് ശരിയായ ഫലങ്ങളല്ല നൽകുന്നത്. അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഭയം, സമ്മർദ്ദം തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, അതായത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി പേടിയുണ്ടെങ്കിൽ അതിൻ്റെ റീഡിങ്ങിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ പോളിഗ്രാഫ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം എന്നിവ പരിശോധിച്ച് അദ്ദേഹം സത്യം ആണോ പറയുന്നത് കള്ളാണോ പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഉപകരണമാണ്. ക്രിമിനൽ കേസുകളിൽ ആണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അന്വേഷണ രീതിയാണ്. നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഇതിൽ വ്യക്തിക്ക് മയക്കുമരുന്ന് നൽകി ആ വ്യക്തി അബോധാവസ്ഥയിൽ ആയിട്ട് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ നാർക്കോ അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഈ നാർക്കോ അനാലിസിസും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് മയക്കത്തിലായ സമയത്ത് മയക്കുമരുന്ന് കൊടുത്ത് ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തി പറയുന്നത് ഫുള്ള് സത്യമാകണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർ ഒരു പക്ഷേ സാങ്കല്പിക കാര്യങ്ങൾ പറയാം, യാഥാർത്ഥ്യവും സാങ്കല്പിക കാര്യങ്ങളും കൂടി കലർത്തി ഒക്കെ പറയാം. അതുകൊണ്ട് അത് സത്യമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അടുത്തത് ബ്രെയിൻ മാപ്പിംഗ് ആണ്. ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകളും സംഭവങ്ങളും വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തലച്ചോറിലുണ്ടാകുന്ന വൈദ്യുത പ്രതികരണങ്ങൾ പരിശോധിച്ച് ആ വ്യക്തിക്ക് അതുമായി ബന്ധമുള്ള ഓർമ്മയോ അറിവോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രീയ പരിശോധനയാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനും പരിമിതികളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് 100% ബ്രെയിൻ മാപ്പിങ്ങിലൂടെ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് തലച്ചോറിൻ്റെ പ്രതികരണം പല കാരണങ്ങളാൽ മാറാം. അതായത് എന്തെങ്കിലും ഇൻസിഡൻസോ എന്തെങ്കിലും ഓർമ്മകളൊക്കെ കാണിച്ചു കൊടുത്താലും അത് 100% നമുക്ക് അയാൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മെത്തേഡാണ് ഡിസെപ്ഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുള്ളത്.
These tests soon became controversial because of doubts about their accuracy and concerns about human rights. അതായത് ഇതൊരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ടെസ്റ്റുകളും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ട്. അതായത് ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. അതിന് സംശയം ഉളവാക്കുന്ന ടെസ്റ്റുകളാണ്. ഇത് പൂർണ്ണമായിട്ടും 100% ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ആക്യുറസി, ഇതിൻ്റെ കൃത്യത അത്രത്തോളം നമുക്ക് വിശ്വസനീയമല്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. Dr. Suresh Vadamath discusses these issues in detail, especially the important Supreme Court judgment delivered on 5 May 2010, which declared that these tests cannot be done without a person's consent. But Dr. Suresh Vadamath ഈ ഒരു ഇഷ്യൂസ് ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൽ. സുപ്രീം കോർട്ടിൽ നിന്ന് വിധി വന്നതിന് ശേഷം 5 മെയ് 2010 വിധി വന്നത്. അതായത് ഇത് ഒരു വ്യക്തിയുടെ കൺസെൻറ്റോട് കൂടി, അയാളുടെ അറിവോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. അതുപോലെ ഇത് വിശ്വസനീയമല്ല, ഈ 3 ടെസ്റ്റുകളും വിശ്വസനീയമല്ല എന്നുള്ള രീതിയിൽ വിധി വന്ന സമയത്ത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സുരേഷ് ബഡാമാത്ത്. The Supreme Court ruled that forcing anyone to undergo these tests violates 2 important rights in the Indian Constitution. അപ്പോൾ സുപ്രീം കോർട്ട് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ ഫോഴ്സ് ചെയ്യാണ്, ഈ ടെസ്റ്റുകൾ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവകാശങ്ങളെയാണ് ലംഘിക്കുന്നതെന്ന് പറയുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ആർട്ടിക്കിൾ 20(3) which protects a person from being forced to confess or give evidence against themselves. ആദ്യത്തേതെന്ന് പറയുന്നത്, ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അയാളെ അതായത് കൺഫസ് ചെയ്യുന്നതിൽ നിന്ന്, അയാൾ കുറ്റം ഏറ്റു പറയുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ആർട്ടിക്കിൾ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ്സ് ആണ്. അത് വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് ഒരാളെ സ്വയം കുറ്റസമ്മതം ചെയ്യാൻ നിർബന്ധിക്കരുത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 20 പറയുന്നത്. Second is Article 21, which guarantees the right to life and personal liberty, meaning every person must be protected from cruel or degrading treatment. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിൽ മാനസിക ശാരീരിക പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ഒക്കെ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. The court also said that if the tests are done without consent, it is like committing a mental assault. അതുപോലെ തന്നെ കോർട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടെസ്റ്റ് ആ വ്യക്തിയുടെ കൺസെൻറ്റോട് കൂടി, ആ വ്യക്തിയുടെ അറിവോട് കൂടി അല്ല ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് കമ്മിറ്റിങ് എ മെൻ്റൽ അസോൾട്ട്, അതായത് ഒരു മാനസിക അതിക്രമണം ചെയ്യുന്നതിന് തുല്യമാണിത് ഇങ്ങനെ ചെയ്യുന്നത്. ഓൺലി വോളണ്ടറി ടെസ്റ്റ് റിസൾട്ട് ക്യാൻ ബി അക്സെപ്റ്റബിൾ ഇൻ കോർട്ട്. സ്വമേധയാ ആ ഒരു വ്യക്തി സമ്മതിച്ചാൽ മാത്രമേ ഈ ഒരു ഇത് തെളിവായിട്ട് കോടതിയിൽ പരിഗണിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദിസ് റൂളിംഗ് ഹൈലൈറ്റ്സ് എ ബിഗ് കോൺഫ്ലിക്റ്റ് ഇൻ ദ ജസ്റ്റിസ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു വിധി ജസ്റ്റിസ് സിസ്റ്റത്തിലൊരു സംഘർഷം ഉളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് ബിലീവ് ദാറ്റ് ദീസ് ടെസ്റ്റ് ക്യാൻ ഹെൽപ്പ് ദം ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ഹാർഡൻഡ് ക്രിമിനൽസ്, എസ്പെഷ്യലി വെൻ ക്രൈം റേറ്റ്സ് ആർ അറൈസിങ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം പോലീസ് ബിലീവ് ചെയ്യുന്നത്, അതായത് ക്രിമിനൽ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്രൈം റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതായത് ഇൻഫോർമേഷൻ കിട്ടാൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. They can produce wrong or misleading answers, forcing innocent people to appear guilty. അതായത് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കാം, മിസ്ലീഡിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കാം അവരുടെ അടുത്തു നിന്ന് കിട്ടുന്നത്. ഇതൊക്കെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ, കുറ്റം ചെയ്യാത്ത ആളുകളെ പോലും ക്രിമിനലാക്കുന്നതിന് തുല്യമാകും. അതിലേക്കുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. സയൻറ്റിഫിക്കലി ഓൾ 3 ടെസ്റ്റ് ഹാവ് മേജർ പ്രോബ്ലംസ്. അതായത് സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ 3 ടെസ്റ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്.
Narcoanalysis uses drugs to make a person less inhibited, but this also makes them highly suggestible and likely to mix truth with imagination. അതായത് നാർക്കോനാലിസിസ് മയക്കുമരുന്ന് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ നിയന്ത്രണം കുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സത്യം പറയും എന്ന് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തി സാങ്കല്പികമായിട്ടോ അല്ലെങ്കിൽ തെറ്റായ മറുപടികളൊക്കെ നൽകാം. അത് നമുക്ക് 100% അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. പോളിഗ്രാഫ് ടെസ്റ്റ് മെഷർ സ്ട്രെസ് റെസ്പോൺസസ് ലൈക്ക് സ്വെറ്റിംഗ് ഓർ ഹാർട്ട് റേറ്റ്, ബട്ട് സ്ട്രെസ് ഡസ് നോട്ട് ഓൾവേസ് മീൻ ലൈയിങ്. പോളിഗ്രാഫ് എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ്, വിയർപ്പ്, രക്തസമ്മർദ്ദം തുടങ്ങിയ സ്ട്രെസ് ലക്ഷണങ്ങൾ മാത്രം അളന്നുകൊണ്ടാണ് അയാൾ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തുന്നത്. ഇത് കള്ളം പറഞ്ഞു എന്നുള്ളതിന് തെളിവല്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് പേടി ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ വിയർക്കാം, അങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണിക്കാം. Brain mapping only shows whether a person recognizes certain information, not whether they committed the crime. ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിവരത്തെ മസ്തിഷ്കം തിരിച്ചറിയുന്നുണ്ടോ എന്ന് മാത്രം കാണിക്കുന്നതാണ് ബ്രെയിൻ മാപ്പ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ബ്രെയിൻ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് 100% ശരിയാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. Okay. A witness or even someone who read about the case may show the same brain response. അതായത് ഒരു കുറ്റക്കാരനോ ഒരു സാക്ഷിയോ ആ വാർത്ത വായിച്ചയാളോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയോ ഇവർക്കൊക്കെ ഒരേ പ്രതികരണമൊക്കെ വരാമെന്നാണ് പറയുന്നത്. In conclusion, the Supreme Court judgment is important because it protects human dignity and fundamental rights. അതായത് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഈ വിധി മനുഷ്യാവകാശങ്ങളും മാനവികതയൊക്കെ സംരക്ഷിക്കുന്നതിലേക്കുള്ള ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. സിൻസ് ദ സയൻറ്റിഫിക് എവിഡൻസ് സപ്പോർട്ടിങ് DDT ഈസ് വീക്ക് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആർ സ്ട്രോങ്, ദിസ് ടെസ്റ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് വിത്തൗട്ട് കൺസെൻറ്റ്. അതായത് ശാസ്ത്രീയ തെളിവുകൾ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ സമ്മതമില്ലാതെ ഈ പരിശോധനകളൊന്നും ഉപയോഗിക്കാൻ നിയമപരമായിട്ട് തെറ്റാണ്. അതായത് ഒരു വ്യക്തിയുടെ അറിവില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് പറയുന്നത്. അണ്ടിൽ മോർ റിലയബിൾ റിസർച്ച് ഈസ് അവൈലബിൾ, ദേ ഷുഡ് നോട്ട് പ്ലേ എ മേജർ റോൾ ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് വിശ്വാസ്യത തെളിയിക്കുന്ന ശക്തമായിട്ടുള്ള ഗവേഷണം വരുന്നത് വരെ ഈ രീതികൾ സൂക്ഷ്മമായി മാത്രമേ